ISL 11ാം സീസണിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL സ്ക്വാഡ് ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി ISL മത്സരങ്ങൾക്ക് പന്തുരുളാൻ ഇനി വെറും 8 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇനി ISL സ്ക്വാഡും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം കിറ്റും എവേ കിറ്റും അതുപോലെ തന്നെ തേർഡ് കിറ്റും ഒക്കെ അനൗൺസ് ചെയ്യാനായി ബാക്കിയിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL സ്ക്വാഡ് എങ്ങനെയായിരിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ചില ആരാധകരെങ്കിലും അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയും കാണും. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL സ്ക്വാഡിന്റെ അൺഒഫീഷ്യലായ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ISL സ്ക്വാഡ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത ISL സീസണിൽ 11ാം സീസണിൽ കളിക്കും എന്നുറപ്പുള്ള താരങ്ങളെ മാത്രമേ നമ്മൾ ഈ ISL സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്തായാലും ലോണിൽ പോയ താരങ്ങളെയും അതുപോലെ തന്നെ ഇനി ചിലപ്പോൾ ടീം വിട്ടേക്കാം എന്ന് ഇപ്പോൾ റൂമറുള്ള താരങ്ങളെയൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് ഒന്ന് ഈ സ്ക്വാഡ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് പറയാനുള്ളത്, ഇപ്പോൾ വിദേശ താരങ്ങളുടെ എണ്ണം എടുത്താൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 7 വിദേശ താരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജോഷുവ സോട്ടിരിയെ ബ്ലാസ്റ്റേഴ്സ് ആദ്യം സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കില്ല. എന്നാൽ ബാക്കിയുള്ള വിദേശ താരങ്ങളിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ ജോഷുവ സോട്ടിരിയെ ആ ഒഴിവിലേക്ക് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ജോഷുവ സോട്ടിരിയെ ആദ്യം ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്യില്ല. താരത്തെ 7ാമത്തെ വിദേശ താരമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തായാലും ഗോൾ കീപ്പേഴ്സ്മാരുടെ പട്ടിക എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷ്, അതുപോലെ തന്നെ സോംകുമാർ, നോറ ഫെർണാണ്ടസ് എന്നീ താരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫൻഡേഴ്സായുള്ളത് ഐബാൻ ഡോക്ലിംഗ്, നവോച്ച സിംഗ്, അതുപോലെ തന്നെ മുഹമ്മദ് സഹീഫ്, പ്രീതം കോട്ടാൽ, ഹോർമിപ്പാം റോയ്വ, അതുപോലെ തന്നെ ബിജോയ് വർഗീസ്, പ്രബീർ ദാസ്, സന്ദീപ് സിംഗ്, മിലോസ് റിൻസിച്ച്, അതുപോലെ തന്നെ അലക്സാണ്ടർ കൊയഫ്. ഇതിൽ ബിജോയ് വർഗീസിനെയും അതുപോലെ തന്നെ മുഹമ്മദ് സഹീഫിനെയും ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരു താരങ്ങളും കഴിഞ്ഞ വട്ടം ഐ ലീഗ് ക്ലബ്ബുകൾക്ക് വേണ്ടി ലോണിൽ കളിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഇരു താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി മധ്യനിരക്കാരുടെ പട്ടിക എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഫ്രെഡിയൽ അലൻ മാവിയ, അതുപോലെ തന്നെ മലയാളി താരമായ വിപിൻ മോഹനൻ, ഡാനിഷ് ഫറൂഖ്, യോഹിൻ ബാ മീറ്റെ, അതുപോലെ തന്നെ മുഹമ്മദ് അസർ, ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ. മധ്യനിരയിൽ വിദേശ താരങ്ങളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അഡ്രിയാൻ ലൂണ മാത്രമാണ്. ഇനി വിങ്ങേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ വിങ്ങേഴ്സായി കളിക്കുക രാഹുൽ KP, സൗരവ് മണ്ഡൽ, അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ട, മുഹമ്മദ് ഐമൻ, ലാൽട്ടൻ മാവിയ, അതുപോലെ തന്നെ കോറു സിംഗ്, നോവ സദോയി എന്നീ താരങ്ങളായിരിക്കും. നമ്മൾ വിങ്ങേഴ്സിൻ്റെ പട്ടിക എടുത്ത് നോക്കിയാലും അവിടെ നമുക്ക് കാണാൻ സാധിക്കും നോവ സദോയാണ് വിദേശ താരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോർവേഡ്സിൻ്റെ പട്ടിക എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷാൻ പണ്ഡിത, അതുപോലെ തന്നെ ശ്രീകുട്ടൻ MS മലയാള താരമാണ്, അതുപോലെ തന്നെ ജീസസ് ജിമിനസ്, അതുപോലെ തന്നെ ക്വാമെ പെപ്രെ എന്നീ താരങ്ങളാണ്. 2 വിദേശ താരങ്ങളും 2 ഇന്ത്യൻ താരങ്ങളും അടങ്ങുന്നതാണ് അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാലും ഇങ്ങനത്തെ ഒരു ISL സ്ക്വാഡായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നത്. ഇനി എന്തായാലും അധികം വൈകില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL സ്ക്വാഡ് ഒഫീഷ്യലായി തന്നെ ഉടൻ തന്നെ പുറത്തേക്ക് വരും.